ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് 30+ കഴിഞ്ഞ ഫീമെയിൽസ് നിർബന്ധമായിട്ടും എടുക്കേണ്ട സപ്ലിമെൻറ്റ്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു 30+ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റബോളിസം കുറയും, നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി നമുക്കറിയാം, ഓൾമോസ്റ്റ് ഒരു 100 ഫീമെയിൽസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 80% അല്ലെങ്കിൽ 80 മെമ്പേഴ്സിനെങ്കിലും ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ കോമൺ ആണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാനായിട്ടും ഈവൻ നമുക്ക് PCOD വരാനായിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫീമെയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കൺസേൺസുകളുടെ ഒരു മേജർ റീസൺ തന്നെയാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഡെയിലി എടുക്കാവുന്ന സപ്ലിമെൻറ്റ്സും അവൈലബിൾ ആണ്, വീക്കിലി എടുക്കാവുന്ന വൈറ്റമിൻ ഡിയും അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെയാണ് മൾട്ടി വൈറ്റമിൻ. അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴെങ്കിലും മൾട്ടി വൈറ്റമിൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഒരു 30+ കഴിഞ്ഞാലും ഈവൻ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രഗ്നൻസി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു സപ്ലിമെൻറ്റ് ലിസ്റ്റിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം പ്രോപ്പറായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ടും അതിനോടൊപ്പം ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്